ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അപ്പോളേ ഇന്നാൾ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഇന്നാളെന്ന് പറയുമ്പോൾ നമ്മളെ ഭാഷ ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ ജോലി സ്ഥലത്ത് നമ്മുടെ എന്താ പറയുക, ജോലി സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ സംസാരിക്കും. പിന്നെ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ സംസാരിക്കുന്നത് പോലെ തന്നെ നാടൻ രീതിയിൽ. ഈ ഒരു സംസാരമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ പറഞ്ഞിരുന്നു, നിനക്ക് റബ്ബർ വെട്ടാൻ അറിയില്ല, കമൻ്റ് ഉണ്ടായിരുന്നു, നിനക്ക് അറിയില്ല, ടാപ്പിങ് ശരിക്കും അറിയില്ല, വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുകയാണ്, വീഡിയോയ്ക്ക് വേണ്ടി ഫോട്ടോ എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാൻ കാരണമുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് കണ്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ, ഒരുപാട് പാലൊന്നും ആയിട്ടില്ല. ഞാൻ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എൻ്റെ ശരീരത്തിൽ ഞാനിട്ട ഡ്രസ്സിൽ പൊടിയും മണ്ണും പാലും ഒന്നും ആകാത്ത രീതിയിൽ ഡ്രസ്സ് അങ്ങനെയാണ് ഞാൻ ചെയ്യുക. അതുകൊണ്ട് എൻ്റെ ഡ്രസ്സിൽ വല്ലാതെ പാലോ അതുപോലെ ഒന്നും തന്നെ ആവില്ല. ചളി വിയർപ്പും ചളിയും കാര്യങ്ങളും പൊടികളൊക്കെ ഉണ്ടാവും. എന്നാലും അങ്ങനെയാണ്. വീട്ടിലിപ്പോൾ കുഞ്ഞാണിയൊക്കെ തന്നെ പറയുന്നു, എങ്ങനെ ബേജാറിന് ടാപ്പിങ് ചെയ്താലും പാലെടുത്താലും നിൻ്റെ ഡ്രസ്സിലൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ചെറുപ്പം തൊട്ടേ അങ്ങനെയായിരുന്നു. ഉമ്മ തന്നെ പറഞ്ഞിരുന്നു, ചെറുപ്പത്തിൽ ഞങ്ങൾ മൂന്നാളുണ്ടാകുമ്പോൾ ഞാനങ്ങനെ ഡ്രസ്സിലൊന്നും ചളിയാക്കൂല, അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കാം. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഡ്രസ്സ് ഉണ്ടല്ലോ മാക്സ്, ഇതിൻ്റെ സിബൊക്കെ പോയിട്ട് പിന്നെ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സൈഡ് കീറിയിട്ടുണ്ട്. ഞാൻ തയ്ച്ചതാണ്. അടിഭാഗം കൊളുത്തി കീറൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇത് നല്ലൊരു മാക്സിയാണ് കേട്ടോ, വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത് അടുത്ത് നിന്ന് നോക്കുമ്പോൾ അത് പിന്നി കീറാനായതും അറിയുള്ളൂ. ഈ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ അറിയില്ല. അങ്ങനെയാണ്. എനിക്ക് റബ്ബർ ടാപ്പിങ്ങിന് ഇടുമ്പോൾ 2-3 മാക്സി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു ദിവസം ഒരാഴ്ച ഇട്ടാൽ പിന്നെ ഞാനത് അലക്കും. കുഞ്ഞാണിയാക്ക അങ്ങനെയല്ല. കുഞ്ഞാണിയാക്ക അതങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ നിറച്ച് ഒട്ടുവാലും പിന്നെ അഴുക്കുമൊക്കെ ആയിട്ട് പിന്നെ അത് ലാസ്റ്റ് കളയലാണ്. ഞാനങ്ങനല്ല, ഞാൻ ആഴ്ചയിൽ അലക്കിയിട്ടാണ് അത് ഉപയോഗിക്കുക. കുഞ്ഞാണിയാക്കാക്ക് അലക്കണ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെയാണ്. എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ. ടാപ്പിങ്ങാരൊക്കെ അങ്ങനെയാണ്, എന്നും ആഴ്ചയിലൊന്നും അലക്കൂല ഡ്രസ്സില്ലേ, അതങ്ങനെ ഇടും. അപ്പോഴേ ഞാൻ ആ വീഡിയോക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു, എനിക്കങ്ങനെ റബ്ബർ ഞാൻ വീഡിയോക്ക് വേണ്ടി ചെയ്യാണ്, ഫോട്ടോത്തിന് വേണ്ടി ചെയ്യാണ്. അപ്പോൾ അതിനാണ് കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് പറഞ്ഞത്. ഞാൻ വലിയൊരു എക്സ്പാർട്ട് ടാപ്പിംഗ് കാര്യത്തിയൊന്നുമല്ല, എന്നാലും എനിക്ക് മരത്തിനെ കായം തട്ടിക്കാതെ, മരം പൊളിക്കാതെ റബ്ബർ വെട്ടി പാലെടുക്കാൻ അറിയാം. അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, യൂട്യൂബിൽ കാണുകയാണെങ്കിൽ സബ് ചെയ്യണം, ഫേസ്ബുക്കിൽ കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ജോലിയാണ്. എൻ്റെ ഉപ്പാക്കും എൻ്റെ ഉമ്മാക്കൊക്കെ ടാപ്പിംഗ് ആയിരുന്നു. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ഒക്കെ ടാപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്ന കാര്യമില്ല. പിന്നെ എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും ഈ ജോലിക്ക് ഞാൻ വരുന്നത് രാവിലെയാണ് കേട്ടോ. കറക്റ്റ് ഒന്നും ഞാൻ 4 മണിക്ക് എണീക്കും. ചായ കടി ചോറ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലെ നേരം വെളുത്തിട്ടാണ് കേട്ടോ ഞാൻ റബ്ബർ വെട്ടാൻ പോരുക. 6 മണി 6:30 ആകുമ്പോഴാണ് പോരുക. പിന്നെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിലെത്തിയിട്ട് പിന്നെയാണ് എല്ലാ ജോലി എടുത്തിട്ട് ഞാൻ അങ്കണവാടിയിലേക്ക് പോരുന്നത്. അതുപോലെയുള്ള എൻ്റെ SIRൻ്റെ ജോലികൾ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നതൊക്കെ കേട്ടോ. അപ്പോൾ രാവിലെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നമ്മളിങ്ങനെ ജോലി ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യം, ഇപ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഇങ്ങനെയുള്ള ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണല്ലേ. നമ്മൾ സ്വയം അധ്വാനിച്ച് നമ്മൾ ആരെയും ആശ്രയിക്കാതെ നമ്മളെ കൊണ്ട് കഴിയും പോലെ നമ്മളെ സഹായിക്കുക, നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുക, ഇതിനൊക്കെ സന്തോഷം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ എന്താ പറയുക, എന്തൊരു ജോലിയാണെങ്കിലും ആ ജോലിയോട് ഒരു കൂറ് ഉണ്ടാവില്ലേ, ആ ഒരു സ്നേഹം ഉണ്ടാവില്ലേ. ഈ ജോലിയോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. കാരണം ഇത് എൻ്റെ വാപ്പ ഞങ്ങളെ അധ്വാനിച്ച് നോക്കിയത്, ഇങ്ങനെ റബ്ബർ വെട്ടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങി തന്നതും ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചതും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളെ കുടുംബം പട്ടിണിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയതൊക്കെ ഈ റബ്ബർ ടാപ്പിംഗ് കൊണ്ടാണ് കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കും വീട്ടിൽ ചില കമൻറ്റിനാണ് കേട്ടോ ഞാൻ പറയുന്നത്, വീട്ടിലൊക്കെ നിങ്ങളിങ്ങനെ ചെയ്യുന്നതൊക്കെ എന്തിനാണ് നാട്ടുകാരറിയിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്? അതെന്താണെന്നറിയോ, ഞാൻ ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി ഓരോ വീഡിയോ ചെയ്ത് ഞാൻ എൻ്റെ ചാനൽ റീച്ചായി, എനിക്കതിൽ നിന്ന് വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടോ.
അപ്പം പിന്നെ ഇതൊക്കെ ഓരോ കണ്ടൻ്റ് ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് കമൻറ്റ് ചെയ്ത ആൾക്കാരോട് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ വന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ രംഗത്ത് വരണമെന്നോ ഇതിങ്ങനെ വീഡിയോ എടുക്കണമെന്നോ പോസ്റ്റ് ചെയ്യണമെന്നോ ഇങ്ങനത്തെ രീതിയിൽ അറിയപ്പെടണമെന്നൊന്നും ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. എന്നെ പറ്റിയിട്ട് എൻ്റെ നാട്ടിൽ അന്വേഷിച്ചാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ അവനവൻ്റെ ഒരു സാഹചര്യം അതിനനുസരിച്ച് അവനിങ്ങനെ മാറുക. പിന്നെ ഈ എല്ലാവരും പറയും, ചില ആൾക്കാരൊക്കെ പറയും മുസ്ലിങ്ങളാണ്, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ അങ്ങനെയൊക്കെ പറയുന്നവർക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാതെ അവരവർ വീട്ടിലിരുന്ന് ജീവിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ ഉള്ള വരുമാനവും ജോലിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും ഇല്ലാത്ത ഈ പാവപ്പെട്ട എന്നെ പോലുള്ള സ്ത്രീകൾക്കും വേണ്ടി ജീവിക്കുക. ഞാനിതിലൊന്നും ഒരു നാണക്കേടും കാണുന്നില്ല. പിന്നെ ഇതിലൊന്നും കെട്ടിട്ട് ഇപ്പം എന്താ കാര്യം? ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ജോലിക്കും പോവില്ല. അതുപോലെ തന്നെ വീട്ടുകാർ ജോലി ചെയ്തെടുത്തു കൊണ്ടുവരുന്നതും അനുഭവിച്ച് കഴിയുന്ന ആൾക്കാരായിരിക്കാം. അവരായിരിക്കാം നമ്മളങ്ങനെ കുറ്റം പറയണം. അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇന്ന് ടാപ്പിങ്ങിന് വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നി. അന്ന് ഞാൻ ഇതിൻ്റെ മുന്നെടുത്ത വീഡിയോയിൽ ഒരു മരം 2 മരമൊക്കെ ടാപ്പിങ് ചെയ്യണ കാണിച്ചു തന്നിരുന്നത്. സത്യം പറയുകയാണെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം അന്നാണ് ഞാൻ ടാപ്പിങ് കത്തിരിക്കുന്നത്. ഇപ്പോൾ സ്ഥിരമായിട്ട് ടാപ്പിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പൊട്ടിക്കല്ല് താഴെ പൊട്ടിക്കല്ല് എന്ന സ്ഥലത്ത് കുറച്ച് റബ്ബർ കൂടെ ഉണ്ട് ഞങ്ങൾക്ക് വെട്ടാൻ. അപ്പോൾ അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഇപ്പോൾ ഡെയിലി ആയിട്ട് ഞാനിപ്പോൾ ടാപ്പിങ് ചെയ്യുന്നുണ്ട്. ഡെയിലി ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞാനിട്ടോ കുഞ്ഞാനെയൊക്കെ ഡെയിലി ടാപ്പിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എന്നെപ്പോലെ ഇങ്ങനെ ടാപ്പിങ് ചെയ്യുന്ന അമ്മമാരുണ്ടോ വീട്ടിൽ? എനിക്ക് എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിനിഷ്ടമാണ്. രാവിലെ കുഞ്ഞാണിയൊക്കെ പിന്നെ സ്പീഡിൽ എല്ലാ പണിയും ചെയ്യും കേട്ടോ. രാവിലെ ഒരു ജോലി കഴിഞ്ഞിട്ട് വേറൊരു ജോലിക്ക് പോവുക, അതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഒരു ജോലി മാത്രം ആയിട്ട് എന്താ പറയുക, നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് വേറെയും ജോലിക്ക് പോകല്ലേ. രാവിലെ ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോയാലും ഞാൻ അത് കഴിഞ്ഞ് ഒരു 9 മണിയാകുമ്പോൾ അങ്കണവാടിയിലേക്ക് പോകും. അങ്കണവാടിയിലേക്ക് പോയി അതിൻ്റെ ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുക, വീഡിയോ എടുക്കുക, അങ്ങനെ കാര്യങ്ങൾ. സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് തൊഴിൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മടി പിടിച്ചിരുന്നാൽ നമുക്ക് ജോലി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, മടിയന്മാരായിട്ട് മാറും. പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത്. ഞാൻ വിചാരിക്കും ഇപ്പോൾ എനിക്ക് അധ്വാനിക്കാൻ കഴിയുന്നുണ്ട്, കഴിയണ അന്ന് അധ്വാനിക്കുക, ഓടിപ്പായുക, ഓരോ കാര്യങ്ങളും ചെയ്യുക. ചിലപ്പോൾ നാളെ എനിക്കതിന് പറ്റിയെന്ന് വരില്ല. എൻ്റെ ശരീരത്തിന് വല്ല അസുഖമോ അല്ലെങ്കിൽ പ്രായം ആയി അല്ലെങ്കിൽ എനിക്ക് ജോലി ഉണ്ടാവില്ല. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ജോലിക്ക് പോകാതെ വെറുതെ ഭക്ഷണം കഴിച്ച് വീട്ടിലിരിക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാ ജോലിയും ചെയ്യാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. കുഞ്ഞാണിയാക്കാനോട് ഞാൻ പറയലാണ് ഞാനുണ്ട് ജോലിക്ക്, എന്നെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് പോവുകയാണ്. അല്ലാതെ എന്നെ കുഞ്ഞാണിയാക്കാൻ നിർബന്ധിച്ചിട്ടല്ല ഇതിലേക്കൊന്ന് കൊണ്ടുപോരുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോരുകയാണ് കേട്ടോ. അപ്പോൾ അവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്, നമ്മളും ഇത് തന്നെ ചെയ്യുന്നത്. നമ്മളെ വീട്ടിലുള്ള കുടുംബനാഥന്മാർ ഇങ്ങനെ ഓരോ ജോലിക്ക് പോയിട്ടാണ് നമ്മളൊക്കെ കഞ്ഞി കുടിച്ച് മുന്നോട്ട് പോകുന്നത്. നമുക്ക് മരുന്ന് വാങ്ങുന്നത്, ഡ്രസ്സ് വാങ്ങുന്നത്, അതൊന്നും ഇന്നത്തെ കാലത്ത് ആരും ചിന്തിക്കണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഇന്നത്തെ കാലത്ത് കുറവാണ്. അവർ അധ്വാനിച്ച് കൊണ്ടുവന്ന് കുടുംബം പോറ്റുമ്പോഴും അവരെ കുറ്റം പറയാനും അവരോട് തട്ടിക്കയറാനും എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ, ചില ആളുകളാണ്. പിന്നെ കുഞ്ഞാണിയൊക്കെ പാലൂറ്റുന്നത് കാണിച്ചു തരണോ? കണ്ടോ, ഒട്ടുപാല് വെച്ചിട്ട് ചിരട്ട നല്ലോണം തുടച്ച് ഊറ്റുന്നത് കണ്ടോ, അടിപൊളിയായി ഊറ്റി. ഇതുപോലെ ഊറ്റാൻ എനിക്ക് കഴിയണില്ല കേട്ടോ, ഞാൻ കൈ കൊണ്ട് തുടച്ചാണ് കിട്ടുന്നത്. കുഞ്ഞാണിയൊക്കെ ഒട്ടുപാല് കൊണ്ട് ഊറ്റുന്നുണ്ടോ, അടിപൊളിയായിട്ട് ഊറ്റിയൊരു തുള്ളി പാല് പോലും ഇല്ല. കുഞ്ഞാണിയൊക്കെ എല്ലാ കാര്യത്തിലും എക്സ്പീരിയൻസ് ആണ് കേട്ടോ. റബ്ബർ വെട്ടാനും പാലൂറ്റാനും ഷീറ്റ് അടിക്കാനും. ഇനി ഷീറ്റ് അടിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോയുമായിട്ട് വരുന്നുണ്ട്. ഷീറ്റ് അടിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ എന്താ പറയുക, ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ ടാപ്പിങ്ങുകാരനായപ്പോൾ ഉപ്പാൻ്റെ അടുത്തേക്ക് ചായയും കൊണ്ട് പോകുമ്പോൾ ഞാൻ അങ്ങനെ റബ്ബർ വെട്ട് പഠിച്ചതും പാലൂറ്റാൻ പഠിച്ചതും ഷീറ്റ് അടിക്കാൻ പഠിച്ചതും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. ആ ഒരു ഓർമ്മ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് നല്ലൊരു എക്സ്പേർട്ട് അല്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ജോലിയൊക്കെ എടുക്കാൻ പറ്റും. ആരായാലും നമുക്ക് അങ്ങനെ ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ പറയുക,
ഞാൻ ഇനി ഇതുപോലുള്ള വീഡിയോയും കൊണ്ട് വരുന്നുണ്ട്, ഇതുപോലുള്ള വീഡിയോസും കൊണ്ട് ഞാൻ വരണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ കുഞ്ഞാണിയൊക്കെ പാലും കൊണ്ട് പിന്നെ റാട്ടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ. ഇവിടെ ഷീറ്റ് അടിക്കുന്ന റാട്ടയാണ്. ഇപ്പോൾ പാല് പിന്നെ ഒഴിച്ച് വെക്കുകയാണ് ഡ്രമ്മിൽ. അപ്പോൾ കുഞ്ഞാണിയൊക്കെ കണ്ടോ കുന്നും മലയും കയറിയാണ്. കുഞ്ഞാണിയൊക്കെ മാത്രമല്ല ഒരുവിധം ടാപ്പിങ്ങാരൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചില്ലറക്കാരായിട്ട് കാണരുത്, നമ്മളവരെ പിന്നെ സ്തുതിക്കണം. ഇങ്ങനെയുള്ള ജോലി ചെയ്യണതിന് നമ്മളവരെ സ്തുതിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. റബ്ബർ വെട്ട്, പാലൂറ്റ്, പാല് കൊണ്ടുപോകൽ, ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വെള്ളം ഉപയോഗിക്കാനില്ല, ചോലയിൽ നിന്ന് വെള്ളം ഈ ടാങ്കിലേക്ക് ഇങ്ങനെ ചാടുകയാണ്. ചോലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇട്ടത്. അപ്പോൾ ഇനി ബക്കറ്റൊക്കെ കഴുകി വെക്കാൻ കുറേ ജോലിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്.